നമ്മുടെ ഉപ്പുമാവ് കണ്ടോ, ഇതേപോലെ നല്ല പോലെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, നല്ല പൊടി പൊടി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ട പിടിച്ചിട്ടില്ല, നല്ല ഇതായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല അടിപൊളി ഉപ്പുമാവ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഹലോ, ഇപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. എല്ലാവരും ദിവസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, പക്ഷെ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ അത് ശരിയാകാതെ പോകാറുണ്ട്. കാരണം ഒന്നെങ്കിൽ പൊടി കട്ട പിടിച്ചു പോകും, ഉപ്പ് ശരിയാകില്ല, ഉപ്പുമാവിന് വെള്ളം കൂടി പോകും. അപ്പം ഇതൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊടി പൊടി പോലത്തെ നല്ല ഉപ്പുമാവ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം, ലൈക്കും ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ അതിന് വേണ്ടി ഒരു 1/4 കിലോ റവയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് 1/4 കിലോ റവയുണ്ട്. നിങ്ങളിപ്പോൾ 1 കിലോ റവയായിരിക്കും നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് മേടിക്കുന്നത്. അത് 4 ഒന്നായിട്ട് ഭാഗിക്കുകയോ എല്ലാം ചെയ്താൽ മതി. നിങ്ങൾ 1/2 കിലോ ആണെങ്കിൽ നേരെ പകുതി എടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കിലോ റവയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അളവ് കറക്റ്റ് ആകാൻ വേണ്ടിയാണ് ഒരു 1/4 കിലോ റവ എന്ന് പറയുന്നത്. നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായി കേട്ടോ. നമുക്ക് ഈ 1/4 കിലോ റവ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ റവ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. റവ വറക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ബ്രൗൺ കളർ ആകുന്നവരെ തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇത് വറക്കാൻ വേണ്ടി. കൂടുതൽ ഫ്ലെയിം ഇട്ടിട്ട് വറക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ റവ നല്ലപോലെ വറുത്തെടുക്കാം. ഇത് കുറച്ച് വലിയ റവയാണ്, ഇതിന് ചെറിയ റവ കിട്ടും. ആ റവയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ ഉപ്പുമാവിന്. നമുക്കിനി ഈ റവ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഏകദേശം നമ്മുടെ റവ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല ബ്രൗൺ കളർ ആകുന്ന പോലെ നമ്മൾ ഈ റവ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആക്കി എടുക്കണം. തീ കുറച്ചും കൂട്ടിയിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി. മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. മീഡിയം ഫ്ലെയിം കുറച്ച് തീ കൂടി കഴിഞ്ഞ് നമുക്ക് തോന്നുമ്പോഴത്തേന് ഒന്ന് കുറച്ച് കൊടുക്കുക. അങ്ങനെ കൂട്ടിയും കുറച്ച് ഇട്ട് നമ്മളൊരു 10 മിനിറ്റെങ്കിലും വേണം, ഒരു 10-15 മിനിറ്റെങ്കിലും ഇതിങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതേപോലെ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ, കരിഞ്ഞു പോലെ നോക്കുക, നല്ല ബ്രൗൺ കളർ ആകുന്നവരെ നല്ലപോലെ ഇളക്കി നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഈ ഉപ്പുമാവിന്റെ പൊടി വറക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ ഉപ്പുമാവ് ഒരിക്കലും ശരിയാകില്ല. ഉപ്പുമാവിന്റെ പൊടി വറക്കുന്നതാണ് അതിന്റെ ശരിയായിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പൊടി വറക്കുന്നത് ശരിയാകാത്തത് കൊണ്ടാണ് പലരുടെ ഉപ്പുമാവ് ശരിയാകാതെ കട്ട കെട്ടി പോകുന്നത്. അപ്പം ഈ പൊടി നല്ലപോലെ ഇതുപോലെ ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടിയാലും നമുക്ക് ഉപ്പുമാവ് കട്ട കെട്ടാതെ തന്നെ നല്ല തരിതരിയായിട്ട് നല്ല സെപ്പറേറ്റ് നല്ല പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ പൊടി വറക്കാൻ എല്ലാവർക്കും എല്ലാവരും ചിന്തിക്കുന്നത് കടയിൽ നിന്ന് നമ്മൾ വറുത്ത പൊടിയാണെന്ന് പറഞ്ഞ് മേടിച്ചാലും ആ പൊടി ശരിക്കും വറുത്തല്ല വരുന്നത്. നമ്മൾ ഒന്നും കൂടെ നല്ലപോലെ വറുത്ത് ഇതേപോലെ നല്ല ബ്രൗൺ കളറാകുന്നവരെ നല്ല വൃത്തിക്ക് വറുത്തെടുക്കണം. എന്നാൽ മാത്രം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ശരിയാകുള്ളൂ. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടതെന്ന് പറയാം. നമുക്ക് ഒരു മീഡിയം സവാള എടുത്തിട്ടുണ്ട് നമ്മൾ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്. ഇത് എരിവുള്ള പച്ചമുളക് ആണ് ഒരെണ്ണം എടുത്തേക്കുന്നത്. എരിവില്ലാത്തതാണെങ്കിൽ നമുക്ക് 2 എടുക്കാം, ഇത് നല്ല എരിവുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ തേങ്ങയാണ്, തേങ്ങ പൊടിയാണിത്. നാട്ടിൽ നമുക്ക് തേങ്ങയാണല്ലോ ഉള്ളത്. ഒരു അരമുറി തേങ്ങയുടെ പകുതി മതിയാവും ഒരു 1/4 കിലോ റവ എടുക്കുമ്പോഴത്തേന്. നമുക്കിനി ഇഞ്ചി സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുക്കാം. നമ്മൾ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. പാലോട് നമുക്കൊരു കുറച്ച് എണ്ണ നമുക്ക് ഒഴിക്കാം. ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാകും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്പ്രെയർ ആണുള്ളത്, അതുകൊണ്ട് സ്പ്രെയറിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഇതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ആദ്യം അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ സവാള ഇഞ്ചി നമുക്ക് മൂത്ത് കിട്ടിയല്ല. നമുക്ക് ആദ്യം ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇടാം. 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഏകദേശം നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. കണ്ടവാനം അങ്ങോട്ട് ഉള്ളി വഴന്ന് ഇതാകുമൊന്നും വേണ്ട. ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നമുക്ക് അതിലോട്ട് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം.
നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ഏകദേശം നമ്മുടെ സവോളയും ഇഞ്ചിയും കറിവേപ്പിലെല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ തേങ്ങ നമ്മൾ ചിരവി വെച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങ നമ്മൾ ഇച്ചിരി ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുക. 1/4 മുറിയുടെ പകുതി തേങ്ങ എടുത്താൽ മതി. തേങ്ങ ഉള്ളവർ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ ഇട്ടില്ലെങ്കിൽ നമുക്ക് രുചിക്ക് വലിയ വ്യത്യാസമൊന്നും വരികയില്ല. തേങ്ങ ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക്. തേങ്ങ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വഴറ്റുക കേട്ടോ. അപ്പൊ ആ തേങ്ങയുടെ പാല് നമുക്ക് നല്ലപോലെ ഇറങ്ങി കിട്ടും. ആ തേങ്ങാപ്പാലിന്റെ രുചി നമുക്ക് നല്ലപോലെ കിട്ടും. അതിനു വേണ്ടിയാണ് ഇതിന്റെ കൂടെ തന്നെ ഇട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 3 മിനിറ്റ് ചെയ്താൽ മതി ഇതേപോലെ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ഉള്ളിയെല്ലാം വഴന്നു. ഇനിയാണ് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിക്കുമ്പോഴാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. നമ്മൾ 1/4 കിലോ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കിലോ പൊടിക്ക് 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1/4 കിലോ പൊടിക്ക് 1/2 ലിറ്റർ വെള്ളം വെച്ച് നമ്മൾ എടുക്കണം. അപ്പോൾ 1/2 കിലോ പൊടിയാണെങ്കിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. നമ്മൾ 1/4 കിലോ പൊടി എടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ 1/2 ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് ചേരിക്കുന്നത്. അപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ട് നോക്കുക കേട്ടോ. നമ്മൾ ഉപ്പിട്ടത് നോക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് മതിയാവാൻ നമ്മൾ വെള്ളത്തിൽ നോക്കുക. ഉപ്പ് വെള്ളത്തിന് പാകമാകുന്ന രീതിയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ പലയിടത്തും പല രീതിയിലായിരിക്കും ഉപ്പ് കിട്ടുക. ചിലപ്പം ചില സ്ഥലത്ത് ഉപ്പിന് ഒട്ടും കുറയുണ്ടാകില്ല. അപ്പം നിങ്ങൾ കുറച്ച് ഉപ്പിട്ട് നോക്കുക. കാരണം ഞാൻ പറയുന്ന അളവ് എടുത്താൽ ചിലപ്പോൾ ഉപ്പ് കുറയും, ഉപ്പ് കൂടും. അപ്പം നിങ്ങൾ വെള്ളത്തിൽ ഉപ്പുണ്ടോ നോക്കിയാൽ മതി. 1 ടീസ്പൂൺ ആദ്യം ഇട്ട് നോക്കുക. എന്നിട്ട് കുറവാണെങ്കിൽ നിങ്ങൾ അടുത്ത 1 ടീസ്പൂൺ ഇട്ട് നോക്കുക. അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഈ വെള്ളത്തിന് കണക്കാക്കിയുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ഉപ്പുമാവായി കഴിയുമ്പോൾ കറക്റ്റുള്ള ഉപ്പ് ഇതായി നമുക്ക് കിട്ടും. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനിവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൾ വറുത്തത് നമുക്ക് ഈ വെള്ളത്തോട് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. ഇത് കുറച്ച് ഡെലീഷ്യസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇത് ഈ രീതിയിൽ ഉണ്ടാക്കാം. കുറച്ചും കൂടെ നമുക്ക് രുചി കിട്ടാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മുന്തിരി അണ്ടിപ്പരിപ്പം വീട്ടിൽ ആ സമയത്ത് ഉണ്ടെങ്കിൽ ഇടുക. ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉപ്പുമാവിന് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ചും കൂടി രുചി കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടുന്നത്. അപ്പം നമുക്കിനി ഇതിലോട്ട് പൊടി ഇടാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരവ് നമുക്ക് ഇതിലോട്ട് ഇടണം. അതിനു മുമ്പ് നമ്മൾ തീ മൊത്തം സ്ലിമ്മിൽ വെക്കുക. തിളച്ച് കഴിയുമ്പോൾ തീ സ്ലിമ്മിൽ വെച്ചതിന് ശേഷം മാത്രം പൊടി ഇടുക. നമുക്കിനി ഇതിലോട്ട് പൊടി ഇടാം. പൊടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തീ സ്ലിമ്മിൽ വെച്ചതിന് ശേഷം മാത്രം ഇളക്കണം. വെള്ളം നല്ലപോലെ പറ്റിയിട്ട് ഇപ്പം നല്ല സോഫ്റ്റ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഉപ്പുമാവ്. തീ സ്ലിമ്മിലിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വേകാൻ വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഉപ്പുമാവ് കണ്ടോ, ഇതേപോലെ നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നല്ല പൊടി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. നല്ല ഇതായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല അടിപൊളി ഉപ്പുമാവ് നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത് കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് അപ്പം തന്നെ കുറച്ച് വെള്ളമോ ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒഴിച്ചാലും മതി. ഈ ഈ വെള്ളം വലിച്ചെടുത്ത് നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് നല്ല പൊടി പോലത്തെ ഉപ്പാവ് നിങ്ങൾക്ക് ആക്കാൻ വേണ്ടി പറ്റും. ഇത് ഒട്ടും കട്ട കിട്ടില്ല. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറയാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പം നമ്മുടെ ഉപ്പാവ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉപ്പാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്തോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ ആക്കിയാൽ. ഞാൻ ഒട്ടും കട്ട പിടിക്കുകയില്ല. അപ്പോൾ പൊടി വറക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ബ്രൗൺ കളർ ആകുന്നവരെ തീ കുറച്ചിട്ടിട്ട് നല്ല പോലെ നമ്മൾ വറുത്തെടുക്കുക. നമുക്കപ്പം നല്ലൊരു അടിപൊളി ഉപ്പാവായിട്ടുണ്ട്. ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. സെപ്പറേറ്റ് ആണ് നടക്കുന്നത്. അപ്പം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.